അനുഗുണ മനോഭാവങ്ങളോടെ ബലിയിൽ പങ്കുചേരുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുർബാന ടെക്സ്റ്റിലെ ഭാഗമായി ഞാൻ കാണുന്നു. അതിൽ പ്രധാനമായി പറയാൻ ആഗ്രഹിച്ചത് ഒന്നാമതായി ഉറച്ച വിശ്വാസത്തോടെ ബലിയിൽ പങ്കെടുക്കുക എന്നാണ്. ഉറച്ച വിശ്വാസം. കാലങ്ങൾ മാറുന്നതനുസരിച്ച് മാറുന്നൊരു വിശ്വാസമല്ല, മാറാത്ത വിശ്വാസം, ഉറച്ച വിശ്വാസം. രണ്ടാമതായി പൂർണ്ണ ഹൃദയത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. പൂർണ്ണ ഹൃദയത്തോടെ, മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക. മൂന്നാമതായി വിനീതമായ മനസ്സോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. ഇതാണ് നമ്മൾ ഇതുവരെ കാണാൻ വേണ്ടി ശ്രമിച്ചത്. നാലാമത് മറ്റൊരു അടിസ്ഥാനപരമായ അനുഗുണ മനോഭാവം നിഷ്കളങ്കമായ പ്രാർത്ഥനാ മനോഭാവമാണ്. നിഷ്കളങ്കമായ പ്രാർത്ഥനാ മനോഭാവത്തോടെ ബലി അർപ്പിക്കുക. എന്താണ് ഈ നിഷ്കളങ്കമായ പ്രാർത്ഥനാ മനോഭാവം? മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒറ്റ വാക്കിൽ, ദൈവപിതാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുവാനുള്ള തീരുമാനമാണ് നിഷ്കളങ്കമായ പ്രാർത്ഥനാ മനോഭാവം. പിതാവിൻ്റെ ഇഷ്ടമാണോ അത് സ്വീകരിക്കാനുള്ള ഉറച്ചൊരു തീരുമാനം, അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണത്. ദൈവപിതാവിൻ്റെ തിരുഹിതം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുവാനുള്ള തീരുമാനത്തോടെ വേണം നമ്മൾ പ്രാർത്ഥനയ്ക്കായി വരാൻ. ഇത് പരിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 26-ാം അധ്യായം 39-ാം തിരുവചനമാണ്. ബൈബിൾ തുറക്കുക. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാമത്തെ വാക്യം. അപ്പം അതിനെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ. മത്തായിയുടെ സുവിശേഷം 26:39 ഞാൻ വായിച്ചത്. അവൻ അല്പദൂരം മുന്നോട്ട് പോയിട്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. ഒരു കല്ലേറ് ദൂരം എന്നാണ് ബൈബിളിൽ ആ ദൂരത്തെ സൂചിപ്പിക്കുക. ഒരു കല്ലേറ് ദൂരം. ഒരു കല്ലേറെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ എത്തുന്ന ദൂരം, ഒരു കല്ലേറ് ദൂരം. അത് ഒത്തിരി അകലെയൊന്നുമല്ല. പക്ഷേ ഒരു കല്ലേറ് ദൂരം എന്ന് പറയുന്നത് ശിഷ്യൻ്റെ തലത്തിൽ നിന്ന് ഗുരുവിൻ്റെ തലത്തിലേക്കുള്ള ദൂരമാണ്. അത് നിസ്സാരമല്ല. ശിഷ്യൻ്റെ തലത്തിലായിരിക്കുന്നവൻ ചിന്തിക്കുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഗുരുവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് അല്പദൂരമെന്ന് മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയത് ഒരു കല്ലേറ് ദൂരമെന്ന് മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നത് ശിഷ്യൻ്റെ തലത്തിൽ നിന്ന് ഗുരുവിൻ്റെ തലത്തിലേക്കുള്ള ദൂരമാണ്. അത് മനോഭാവത്തിൽ വരുന്ന മാറ്റമാണ്, കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റമാണ്, നിലപാടുകളിൽ വരുന്ന മാറ്റമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഗുരുവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ബലിയർപ്പണത്തിനായി ഒരുങ്ങണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ദൈവപിതാവിൻ്റെ തിരുഹിതം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുവാനുള്ള തീരുമാനത്തോടെ വേണം ബലിയിൽ പങ്കുചേരാൻ എന്നാണ് ഞാൻ സൂചിപ്പിക്കുക. അപ്പം അവിടെ ഇതാണ് എൻ്റെ ആഗ്രഹം, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ. തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടേതായ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. അതെല്ലാം തീർച്ചയായും നമ്മളതിനെ പിതാവിൻ്റെ പക്കലല്ലാതെ മറ്റെവിടെയാണ് നമുക്ക് സമർപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ അത് സമർപ്പിക്കണം. പക്ഷേ അത് സമർപ്പിക്കുമ്പോഴും ആത്യന്തികമായി തീരുമാനം എൻ്റേതല്ല, നിൻ്റേതാണ്. നിൻ്റെ തിരുഹിതം പോലെ എന്നിൽ നിറവേറണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പണം നടത്താൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഈശോയെപ്പോലെ പിതാവിൻ്റെ ഹിതം അന്വേഷിക്കുന്ന മക്കളായി തീരാനാണ് ഇവിടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുക. അപ്പോൾ അതിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ, ശരിക്കും ശ്രദ്ധിച്ചേ, ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവമേ, എന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ പദ്ധതി എന്താണ്? അത് നമ്മൾ അന്വേഷിക്കണം. എൻ്റെ ഈ ഒരു പ്രത്യേക സാഹചര്യം അത് നിനക്കറിയാമല്ലോ. ഈ സാഹചര്യത്തിൽ എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണ്? അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണമെന്നാണ്, ഏത് നിലപാടെടുക്കണമെന്നാണ്, ഏത് വിധത്തിൽ പ്രതികരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതെനിക്ക് വെളിപ്പെടുത്തി തരണം.
അതെനിക്ക് വെളിപ്പെടുത്തി തന്നാൽ മതി, ഞാനതുപോലെ ജീവിച്ചുകൊള്ളാം. ഇതാണ് നിഷ്കളങ്കമായ പ്രാർത്ഥനാ മനോഭാവം എന്ന് പറയുന്നത്. നിഷ്കളങ്കമായ പ്രാർത്ഥനാ മനോഭാവം. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പറയുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് ഈശോ സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതാണ്. പക്ഷേ അത് തീരുന്നതിന് മുൻപ് കർത്താവ് ഒരു വാക്ക് കൂട്ടിച്ചേർത്തു. നമ്മളുടെ പ്രാർത്ഥനകളിൽ ഇല്ലാതെ പോകുന്നതും ഈശോയുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നത്. എങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് മുൻപിൽ അത് പൂർണ്ണമായി അനുസരിക്കാനുള്ള സന്നദ്ധത ആര് പ്രകടിപ്പിക്കുന്നുവോ അവൻ്റെ പ്രാർത്ഥന നിഷ്കളങ്കമായ പ്രാർത്ഥനയായി രൂപാന്തരപ്പെടും എന്നാണ് ഞാൻ സൂചിപ്പിക്കുക. ഈ വിധത്തിൽ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ അപ്പ നീ ആഗ്രഹിക്കുന്നതെന്ന് ഒരു മകൻ്റെ സ്വാതന്ത്ര്യത്തോടെ, മകൻ്റെ മനോഭാവത്തോടെ ദൈവത്തെ നോക്കി വിളിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അപ്പൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന അതേ ഒരു കൊച്ചിൻ്റെ മനോഭാവത്തോടെ ആയിരിക്കണം ഈ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നിഷ്കളങ്കമായ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. എല്ലാ നിഷ്കളങ്കമായ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. അതാണ് ഗെത്സമൻ തോട്ടത്തിൽ നമ്മൾ കാണുക. പിതാവിൻ്റെ ഹിതം എന്തെന്ന് അറിഞ്ഞ് അത് പ്രാവർത്തികമാക്കുന്നവരിലായിരിക്കും ദൈവം സംപ്രീതനാവുക. മനുഷ്യൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുന്നത് 2 വിധത്തിലാണ് എന്ന് ഗെത്സമൻ പ്രാർത്ഥന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ സാധാരണഗതിയിൽ ദൈവം ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ആദ്യമായി ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. രോഗശാന്തി, കടബാധ്യത, മാനസികമായ പിരിമുറുക്കങ്ങൾ, മറ്റ് തടസ്സങ്ങൾ, അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് കരുതുക. ഉദാഹരണം, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ വിഷയം തമ്പുരാൻ ഏറ്റെടുത്ത് അതിന് ഉടനെ തന്നെ ആ വിധത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ പ്രശ്നം പരിഹരിച്ച് നമ്മുടെ കയ്യിൽ തരുന്നു. അതാണ് സാധാരണയായി നമ്മൾ ആഗ്രഹിക്കുന്നതും ദൈവം ചെയ്യുന്നതുമായ കാര്യം ഒന്ന്. പക്ഷേ എല്ലാ പ്രാർത്ഥനകൾക്കും അങ്ങനെയല്ല. കാരണം വേറൊരു വിധത്തിൽ കൂടെ ദൈവം പ്രതികരിക്കാറുണ്ട്, പ്രത്യുത്തരം തരാറുണ്ട് എന്നത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തത് എങ്ങനെയാണ്? ആ പ്രതിസന്ധിയെ ഏറ്റെടുക്കുവാനും അതിനെ അതിജീവിക്കുവാനുമുള്ള ശക്തി ദൈവം തരും. ഒരു പ്രശ്നം അതേപോലെ തന്നെ നിലനിൽക്കുന്നു, പക്ഷേ ആ പ്രശ്നത്തെ ഏറ്റെടുക്കാനുള്ളൊരു മനസ്സ് എന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അതുപോലെ തന്നെ ആ പ്രതിസന്ധി അതിജീവിക്കാനുള്ള കരുത്ത് എനിക്ക് മനസ്സിന് നൽകുന്നു. ഒളിച്ചോട്ടങ്ങൾ ജീവിതത്തിൽ ഒന്നിനും പരിഹാരമല്ല. അഭിമുഖീകരിച്ച് അതിജീവിക്കണം. പറഞ്ഞ് എങ്ങനെയാണ് ഒരു പ്രതിസന്ധി അതിജീവിക്കേണ്ടത്? അഭിമുഖീകരിച്ച് അതിജീവിക്കണം. നേരിട്ട് നിൽക്കണം. ചില വിഷയത്തിൻ്റെ മുൻപിൽ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എന്ന് നിരന്തരമായി അന്വേഷിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുക. ഈശോയുടെ ഗെത്സമൻ പ്രാർത്ഥനയ്ക്ക് ഈശോ പിതാവായ ദൈവം ഉത്തരം കൊടുത്തത് 2ാമത്തെ വിധത്തിലാണ്, 1ാമത്തെ വിധത്തിലല്ല. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ആ പാനപാത്രത്തെ മാറ്റിക്കൊണ്ടല്ല പ്രത്യുത ഉന്നതങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് അത് സ്വീകരിക്കുവാനുള്ള ശക്തി ദൈവം കൊടുത്തു. ഇതാണ് 2ാമത്തെ ദൈവത്തിൻ്റെ പ്രതികരണം. ഇതാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 43-ാം വാക്യം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ദൈവത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയാണ് അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായം 43-ാം വാക്യം. ഇനി വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഈശോ കുരിശ് ഏറ്റുവാങ്ങിയത് പടയാളിയുടെ കയ്യിൽ നിന്നല്ല, പിതാവിൻ്റെ കയ്യിൽ നിന്നാണ്. പടയാളിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന കുരിശുകൾക്ക് ഭാരം കൂടുതലാണ്. പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന കുരിശുകൾക്ക് ഭാരം കുറവാണ്. കുരിശിൻ്റെ ഭാരത്തെ നിർണയിക്കുന്നത് നീ ആരുടെ കയ്യിൽ നിന്ന് ഈ കുരിശ് ഏറ്റുവാങ്ങുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും സഹനങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയിലൂടെയാണ്, ആ വ്യക്തി കാരണമാണ്, അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, അയാളുടെ കുറ്റം കൊണ്ടാണ് എന്ന് പറയാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ കുരിശ് ഏറ്റുവാങ്ങിയത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നല്ല,
ആ വ്യക്തിയുടെ കയ്യിൽ നിന്നാണ്. ചില സാഹചര്യങ്ങളാണ്, അവിടെ ചെന്നതുകൊണ്ടാണ്, അവിടെ ആയതുകൊണ്ടാണ്, ഈ ആളുകൾ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സഹനത്തെ ഞാൻ സ്വീകരിക്കുന്നത് ആ സാഹചര്യത്തിൽ നിന്നാണ്, ആ വ്യക്തിയിൽ നിന്നാണ്. പടയാളിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന കുരിശുകൾക്ക് ഭാരം കൂടുതലാണ്. എന്നാൽ അത് പിതാവിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആ കുരിശേറ്റു വാങ്ങിയാൽ അത് ചുമക്കാനുള്ള ശക്തി കൂടെ തമ്പുരാൻ തരും എന്നതാണ് വളരെ അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഒരാൾ തിരിച്ചറിയേണ്ട പരമമായ സത്യം എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുക. പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്ന കുരിശുകൾക്കാണ് ഭാരം കുറവുള്ളത്. ഇത് ഈ ഒരു മനോഭാവത്തിലേക്ക് എങ്ങനെയാണ് ഒരാൾക്ക് വരാൻ സാധിക്കുക? ശരിക്കും ശ്രദ്ധിക്കുക. ദൈവം അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഞാൻ എന്നോട് തന്നെ നിരന്തരമായി പറയണം. എന്താ പറയാനാണ് പറഞ്ഞത്? ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം അറിയാതെ. അങ്ങനെയെങ്കിൽ ഇത് ദൈവം അറിഞ്ഞ് അനുവദിച്ച് എനിക്ക് നൽകിയതാണെങ്കിൽ അത് ഏറ്റെടുക്കാനും അതിനെ അതിജീവിക്കുവാനുമുള്ള കരുത്തുകൂടെ എൻ്റെ ദൈവം എനിക്ക് തരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസ പ്രതിസന്ധിയാണ്. ജീവിതത്തിൻ്റെ സങ്കടക്കടലിൽ നമുക്ക് ആശ്രയിക്കാനൊരു ദൈവം പോലും ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് വിശ്വാസ പ്രതിസന്ധി. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്രയിക്കാനൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പനാണ്. ആ ദൈവം മഹാസമ്പന്നനാണ്, സർവപ്രപഞ്ചത്തിൻ്റെയും ഉടയവനാണ്. അവന് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും പ്രപഞ്ചത്തിലില്ല. ഇതാണ് അടിസ്ഥാനപരമായ വിശ്വാസം ഓർമ്മിപ്പിക്കുകയാണ്. ഈശോമിശിഹായുമായി താതാത്മ്യം പ്രാപിച്ച പൗലോസ്ലീഹായാണ് ഏറ്റുപറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമനാണ് എന്നത്. അപ്പം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരമമായ പരിശുദ്ധിയുടെ മുൻപിൽ വരുമ്പോഴാണ് നമ്മുടെ പാപം നമുക്ക് ബോധ്യമാകുന്നത്. അപ്പോഴാണ് യഥാർത്ഥമായ അനുതാപം നമുക്ക് ഉണ്ടാകുന്നത്, യഥാർത്ഥ മനസ്താപം ഉണ്ടാകുന്നു. ഇനി ശരിക്കും ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുൻപിൽ വരുമ്പോഴാണ് താൻ പാപിയാണ് എന്ന അവബോധം ആഴത്തിൽ ഒരാൾക്കുണ്ടാവുന്നത്. നിറവിൻ്റെ മുൻപിൽ വരുമ്പോഴാണ് എൻ്റെ കുറവ് എനിക്ക് മനസ്സിലാവുന്നത്. നിറവിൻ്റെ മുൻപിൽ വരുന്നത് വരെ ഞാൻ വലിയവനാണ്, നിറവുള്ളവനാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നിറവിൻ്റെ മുൻപിൽ വന്നപ്പോഴാണ്, പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ വന്നു നിൽക്കുമ്പോഴാണ് താൻ എത്രയോ നിസ്സാരനും പാപിയുമാണ് എന്ന് ഒരാൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പൗലോസ്ലീഹ താൻ പാപിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ് എന്ന് പറയുന്നത് പരമപരിശുദ്ധനായ ദൈവത്തോട് അവൻ അത്രമാത്രം അടുത്തു. അപ്പോഴാണ് ഇത് മനസ്സിലായത്. യഥാർത്ഥമായ അനുതാപവും മനസ്താപവും ഉണ്ടാകുന്നത് പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ വരുമ്പോഴാണ്. പരിശുദ്ധ കുർബാനയിൽ ഈ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. അവൻ്റെ ബലികയിലാണ് ഞാൻ പങ്കുചേരുന്നത്. അവൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ബലിപീഠത്തിനരികിൽ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പരമപരിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത എന്നിൽ ആദ്യമുളവാക്കുന്നത് ഞാൻ എത്രയോ നിസ്സാരനും ബലഹീനനുമാണ് എന്നുള്ളതാണ്. ആ നിസ്സാരനും ബലഹീനനുമാണ് എന്ന തിരിച്ചറിവാണ് സ്വയം നീതീകരണങ്ങളും ന്യായീകരണങ്ങളും അവസാനിപ്പിച്ച് കർത്താവേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, നമ്മുടെ കുർബാന കർമ്മത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ആ പ്രാർത്ഥനയ്ക്ക് സമാനമായ പ്രാർത്ഥനകൾ നമ്മുടെ കുർബാനക്രമത്തിലും അതുപോലെ എല്ലാ കുർബാനക്രമങ്ങളിലുമുണ്ട്. ഈ മലങ്കര കുർബാനയിൽ നമ്മൾ ചെല്ലുന്നത്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. മലങ്കര കുർബാനയിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനകളൊന്ന്, ഹൃദയസ്പർശിയായ പ്രാർത്ഥന ഇതാണ് എന്നെനിക്ക് മനസ്സിലായത്. ഈ പ്രാർത്ഥന എങ്ങനെയാണ് പൗരസ്ത്യ ആരാധനക്രമത്തിൽ പ്രവേശിച്ചത് എന്ന ചരിത്രം പഠിച്ചപ്പോഴാണ്. ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക.
കാൽവരിയിലെ കുരിശിൽ ബലി നടക്കുകയാണ്. കാൽവരിയിലെ കുരിശിൽ ബലി നടക്കുന്ന സമയത്ത് നവവൃന്ദ മാലാഖമാർ കുരിശിന് മുകളിൽ ഈ ദിവ്യമായ സംഭവത്തെ കണ്ടുകൊണ്ട് ഭക്തിയോടെ അതിൽ പങ്കുചേരുന്നുണ്ട്. കാരണം സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി യുഗങ്ങളായി കാത്തിരുന്ന ദൈവപുത്രൻ്റെ ബലിയാണ് അത്. അതിൽ സ്വർഗം മുഴുവൻ പങ്കാളികളാണ്. പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. സകല സ്വർഗവാസികളും ഈ കുരിശിന് മുകളിൽ ഇങ്ങനെ അണിനിരന്നിരിക്കുകയാണ്. കാൽവരിയിലെ കുരിശിൽ ക്രിസ്തു പിടഞ്ഞു മരിക്കാൻ തുടങ്ങുന്ന സമയം. അപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആരോ ചിലർ പറഞ്ഞു, നോക്ക്, പാപികളുടെ നടുവിൽ കിടക്കുന്ന പാപിയായ മനുഷ്യൻ. എന്താണ് ജനം പറഞ്ഞത്? എങ്ങനെയാണ്? പാപികളുടെ നടുവിൽ കിടക്കുന്ന പാപിയായ മനുഷ്യൻ. ഇത് സ്വർഗത്തിന് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റാത്തതാണ്. പരമപരിശുദ്ധനെ നോക്കിക്കൊണ്ടാണ് ഒന്നും അറിയാത്ത മനുഷ്യൻ വിളിച്ചു പറയുന്നത്, നോക്ക്, പാപികളുടെ നടുവിൽ കിടക്കുന്ന പാപിയായ മനുഷ്യൻ. അപ്പോൾ ഈ നവവൃന്ദ മാലാഖമാരിൽ 3 ഗണങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ല അല്ല, അതല്ല സത്യം. എന്താണ് സത്യം? ദൈവമേ, നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞു. പാപിയായ മനുഷ്യൻ എന്താ പറഞ്ഞത്? നോക്ക്, പാപികളുടെ നടുവിൽ കിടക്കുന്ന പാപിയായ മനുഷ്യൻ. പക്ഷേ സ്വർഗം അതിനെ തിരുത്തി. സ്വർഗം തിരുത്തിയത് എങ്ങനെയാണ്? ദൈവമേ, മനുഷ്യനല്ല, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വേറെ ചിലർ പറഞ്ഞു, നോക്ക്, ബലഹീനനായ മനുഷ്യൻ, ശ്വാസം എടുക്കാൻ പോലും തത്രപ്പെടുന്ന മനുഷ്യൻ, ബലഹീനനായ മനുഷ്യൻ. അപ്പോൾ നവവൃന്ദ മാലാഖമാരിൽ ബാക്കി 3 ഗണങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ല, ദൈവമേ, ബലവാനായ ദൈവമേ, നീ ബലവാനാകുന്നു എന്ന്. ബലവാനായ ദൈവമേ, നീ പരിശുദ്ധൻ എന്ന് പറഞ്ഞു. 1, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. 2, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അപ്പോഴാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വേറെ ചിലർ കമൻ്റ് പറഞ്ഞു, നോക്ക്, അവൻ പണ്ടേ ചത്തുകഴിഞ്ഞു, അവൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് നവവൃന്ദ മാലാഖമാരിൽ 3 ഗണം ഉടനെ അതിന് പ്രതികരിച്ചു. എന്നിട്ട് പറഞ്ഞു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അപ്പോൾ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്കതൊന്ന് ഏറ്റു പറയാം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. സ്വർഗം ഇങ്ങനെ വെളിപ്പെടുത്തിയപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാനും പരിശുദ്ധ അമ്മയും ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്, സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചൊല്ലി. എങ്ങനെ അവർ ഉത്തരം ചൊല്ലിയത്? ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഇതാണ് നമ്മൾ കുർബാനയിൽ ചെല്ലുന്ന പ്രാർത്ഥന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലായാൽ ഈ പ്രാർത്ഥന കുറെ കൂടി അർത്ഥവത്തായി നമുക്ക് ചെല്ലാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുൻപിൽ വരുമ്പോഴാണ് താൻ പാപിയാണ് എന്ന് ഒരാൾക്ക് ബോധ്യമാകുന്നത്. പരിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു വരുമ്പോൾ പഴയ നിയമത്തിൽ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ബൈബിളിൽ തുറന്ന് വായിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം. ദൈവികമായൊരു ദർശനമുണ്ടാകുമ്പോഴാണ് യേശയ്യാ അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ഇത് യേശയ്യാ ഇങ്ങനെ പറയുമ്പോൾ, എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ നേരിട്ട് കണ്ടപ്പോഴാണ് യേശയ്യാ താൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ ഉള്ളവരുടെ നടുവിൽ വസിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞത്. അവന് അവബോധമുണ്ടാകുന്നത്, തൻ്റെ കുറവിനെക്കുറിച്ചുള്ള അവബോധമുണ്ടാകുന്നത് അവിടെ വെച്ചാണ്.
അതിന് ദൈവം എങ്ങനെയാണ് ആ കുറവുകളെ പരിഹരിക്കുന്നത്, അശുദ്ധിയെ പരിഹരിക്കുന്നത്? യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മളത് കാണും. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിലു കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി അവൻ എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. യെശയ്യാ 6:6. തീക്കനൽ, ബലിപീഠത്തിൽ നിന്ന് എടുക്കുന്ന ഒരു തീക്കനലാണ് നിന്റെ അധരത്തെ സ്പർശിച്ച് നിന്നെ ശുദ്ധീകരിക്കുന്നത്. ഏതാണ് ആ തീക്കട്ട? ബലിപീഠത്തിൽ നിന്ന് എടുക്കുന്ന തീക്കട്ടയാണ് പരിശുദ്ധ കുർബാന. അതാണ് നിന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നത്, നിന്റെ മാലിന്യങ്ങൾ മാറ്റുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ കുറവുകളും പോരായ്മകളും മാലിന്യങ്ങളും എല്ലാം ഉണ്ടാകാം. പക്ഷേ നിന്റെ പാപപരിഹാരമായി ബലിയായി തീർന്നവൻ ആ പാപപരിഹാര ബലിയുടെ സകല യോഗ്യതകളും ബലിപീഠത്തിൽ നമുക്കായി പങ്കുവയ്ക്കുന്നു. ബലിപീഠത്തിൽ നിന്ന് എടുക്കുന്ന തീക്കട്ട പരിശുദ്ധ കുർബാന നിന്റെ ജീവിതത്തിൻ്റെ മാലിന്യങ്ങളെ മാറ്റുന്നു. യെശയ്യാ 6:7 നമ്മൾ വായിക്കുന്നു, അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിടുതൽ കിട്ടിയ, രക്ഷിക്കപ്പെട്ട പാപിയാണ് ഞാനെന്ന അവബോധമാണ് ഒരാൾക്ക് തന്നെക്കുറിച്ച് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 8-ാം വാക്യം, ലൂക്കയുടെ സുവിശേഷം 5:8 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. അത്ഭുതകരമായൊരു മീൻപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ശിമയോൻ ഇത് വിളിച്ചു പറയുന്നത്. നിറവിൻ്റെ മുൻപിൽ വന്നപ്പോഴാണ്, ആ നിറവ് തന്നവനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി ഞാൻ എത്രയോ നിസ്സാരൻ. നിറവിൻ്റെ മുൻപിൽ വന്നപ്പോഴാണ് തൻ്റെ നിസ്സാരത അവന് ബോധ്യമായത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ. താൻ പാപിയാണ് എന്ന അവബോധം ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സുബോധമുണ്ടാവുക. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, ലൂക്കയുടെ സുവിശേഷം 15:17, അപ്പോൾ അവന് സുബോധമുണ്ടായി. ഏതാണ് രംഗം? ധൂർത്തപുത്രൻ പന്നിക്കുഴിയിലിരിക്കുന്നതാണ് രംഗം. അപ്പോൾ അവന് സുബോധമുണ്ടായി. ചില തകർച്ചകൾ നമുക്ക് സുബോധം നൽകാൻ വേണ്ടി ദൈവം ബോധപൂർവം സൃഷ്ടിക്കുന്നതാണെന്ന് ചിന്തിക്കാൻ മാത്രം കഴിഞ്ഞാൽ തകർച്ചകളെ പോലും ദൈവം എന്തുമാത്രം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. 18-ാം വാക്യം, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. 20-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മെക്കുറിച്ച് തന്നെ പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ ബൈബിൾ വാക്യമായി നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നാം നഷ്ടപ്പെടുത്തിയതും നമുക്ക് നഷ്ടപ്പെട്ടതും തിരിച്ചു കിട്ടാൻ അനുതാപത്തോടെ പിതൃഭവനത്തിലേക്ക് മടങ്ങണം എന്നതാണ് പരമാർത്ഥം. അനുതാപത്തോടെ, താൻ പാപിയാണെന്ന ഓർമ്മയോടെ പിതാവിൻ്റെ പക്കലേക്ക്, എൻ്റെ പിതൃഭവനത്തിലേക്ക്, എൻ്റെ ബലിപീഠത്തിനരികിലേക്ക് ഞാൻ ചെന്നാൽ ഞാൻ നഷ്ടപ്പെടുത്തിയതും എനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതുമെല്ലാം, എൻ്റേതല്ലാത്ത കാരണം കൊണ്ടും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതും ഞാൻ ബോധപൂർവം നഷ്ടപ്പെടുത്തിയതുമായ സകലതും എനിക്ക് തിരിച്ചു തരും എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് ഉത്തമമായ മനസ്താപത്തോടെ ബലിപീഠത്തിനരികിലേക്ക് തിരിച്ചു വരണം. ധൂർത്തപുത്രനെ പോലെ നീ നഷ്ടപ്പെടുത്തിയതെല്ലാം നിനക്ക് അവിടെ വെച്ച് കിട്ടും. ധൂർത്തപുത്രൻ വീട് വിട്ടിറങ്ങുന്നത് കൈ നിറയെ പണവുമായിട്ടാണ്. അവൻ തിരിച്ചു വന്നത് ഒന്നുമില്ലാത്തവനായിട്ടാണ്. പുതിയ വസ്ത്രം ധരിച്ചാണ് അവൻ പുറത്തേക്ക് പോയത്. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായിട്ടാണ് അവൻ തിരിച്ചു വരുന്നത്. സുഗന്ധം പൂശി
അവൻ പുറത്തേക്ക് പോയി. പന്നിക്കുഴിയുടെ ദുർഗന്ധവുമായി അവൻ തിരിച്ചു വന്നു. നഗ്നപാതനായി തിരിച്ചു വന്നു. ചെരുപ്പ് ധരിച്ച് പുറത്തേക്ക് പോയവൻ നഗ്നപാതനായി തിരിച്ചു വന്നു. മോതിരം കയ്യിലണിഞ്ഞ് മകൻ്റെ സ്വാതന്ത്ര്യത്തോടെ പുറത്തേക്ക് പോയവൻ പുത്രസ്വീകാര്യത നഷ്ടപ്പെടുത്തി അവൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പോൾ അവൻ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയോ അതെല്ലാം അവൻ്റെ പിതൃഭവനത്തിൽ അവന് വീണ്ടും ലഭിച്ചു. ഇതാണ് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. നീ നഷ്ടപ്പെടുത്തിയതും നിനക്ക് നഷ്ടപ്പെട്ടതുമെല്ലാം തിരിച്ചു കിട്ടാൻ പിതൃഭവനത്തിൻ്റെ പടിവാതിലിലേക്ക് അനുതാപത്തോടെ വരിക. പരിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഉത്തമമായ അനുതാപത്തോടെ ബലിയിൽ പങ്കുചേരണം. ഞാൻ പാപിയാണെന്ന അവബോധത്തോടെ, കർത്താവേ നിൻ്റെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട പാപിയാണ് ഞാനെന്ന അവബോധത്തോടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ബലിയിൽ പങ്കുചേർന്ന് കൂടുതൽ അനുഭവമുള്ളവരായി തീരാൻ കൃപയും അനുഗ്രഹവും തരണമേ എന്ന് ഓരോ അനുഗുണ മനോഭാവങ്ങളും ഓരോ ദിവസവും കൂടുതലായി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും അത്തരം അനുഗുണ മനോഭാവങ്ങളിലേക്ക് വളർന്നുകൊണ്ട് പരിശുദ്ധ കുർബാന അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലിക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.